വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് അത് പാകിസ്ഥാനിൽ ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. CPEC, ചൈന പാകിസ്ഥാൻ ഈസ്റ്റേൺ കോറിഡോർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പൊ ഈ പാകിസ്ഥാനുള്ളിൽ കൂടെ ഇത് കടന്നു പോകുമ്പോൾ അത് നേരിടുന്ന വല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ അകത്തുകൂടെ അത് പോകുമ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ രീതിയിലുള്ള എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ വലിയൊരു യുദ്ധമായി പരിണമിച്ചു കഴിഞ്ഞു. ആ യുദ്ധത്തിൽ ഒരുപാട് പാകിസ്ഥാൻ പട്ടാളക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. പാകിസ്ഥാൻ ചാവേർ ബോംബുകൾ കൊണ്ട് നിറയുകയാണ് പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും. ആ ചാവേറുകളായിട്ട് വരുന്നത് ബലൂചിസ്ഥാനിലെ വനിതകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ നിറഞ്ഞ് സമ്പൂർണ്ണമായി അരക്ഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പൊ ചൈനയ്ക്ക് ഇനി എന്താണ് ഒരു വഴി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചൈന ഇപ്പോൾ കയറി പിടിച്ചിരിക്കുന്നത് വഖാൻ ഇടനാഴിയാണ്. ഈ വഖാൻ ഇടനാഴി വഴി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം എന്നാണ് ചൈന വിചാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായി കൂടുതൽ അടുക്കാനാണ് ചൈന നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കാനാണ് ചൈന ഉന്നം വയ്ക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ എന്നാണ് ചൈന ഇതിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ചൈനയെ അഫ്ഗാനുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള വഖാൻ ഇടനാഴി സജീവമാക്കുന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടത്തി പാകിസ്ഥാനെ ഒഴിവാക്കി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് പുതിയൊരു പാത കണ്ടെത്തുകയാണ് ഈ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ വഖാൻ ഇടനാഴിയെ കുറിച്ച് പറയുമ്പോൾ ഈ വഖാൻ ഇടനാഴിയിൽ ഇന്ത്യക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. തജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ ഈ 4 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് വഖാൻ ഇടനാഴി എന്ന് പറയുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന്റെ ഒരു പ്രദേശത്താണ് ഈ വഖാൻ ഇടനാഴി ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുമായി വഖാൻ ഇടനാഴിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും POKയും അടക്കമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ രാജ്യം എപ്പോഴും പാർലമെന്റിലടക്കം പറയുന്നത് അത് ഇന്ത്യ POK എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ വഖാൻ ഇടനാഴി ഇന്ത്യയുടെ ഭാഗമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അവിടെ നമുക്ക് ആ ഇടനാഴി തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും. കാരണം നമുക്ക് ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് നിന്ന് അതിന് മുകളിലേക്ക്, അതായത് റോഡ് വഴി നമുക്ക് പല കാര്യങ്ങളും നീക്കാനായിട്ട് സാധിക്കും. അതിപ്പോ എണ്ണ ആയിക്കോട്ടെ, റഷ്യയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എണ്ണ വരണമെങ്കിൽ വഖാൻ ഇടനാഴി ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് ഗതാഗത മാർഗം തന്നെ തജിക്കിസ്ഥാൻ വഴി ഇങ്ങോട്ടേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഖാൻ ഇടനാഴി ചൈന വന്ന് ഇതിൽ കണ്ണുവയ്ക്കുമ്പോൾ ഇന്ത്യ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഇതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈന ഇന്ത്യയുടെ ഒരു സുഹൃത്തായിട്ടാണ് നിലവിൽ പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് വാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ ബലൂചിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്പറേഷൻ വോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ട്രംപ് പ്രോജക്ട് വോൾട്ട്, അങ്ങനെ ഒരു പ്രോജക്ട് ട്രംപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബലൂചിസ്ഥാന് മാക്സിമം ലൂട്ട് ചെയ്ത് പ്ലണ്ടർ ചെയ്ത് അവിടെയുള്ള റെയർ എർത്ത് മിനറൽസ് എല്ലാം തന്നെ വാരിക്കൊണ്ടു പോകാനായി $1.3 ബില്യൺ നിക്ഷേപമാണ് ട്രംപ് അവിടെ നടത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് അടുക്കുമ്പോൾ ചൈന പുറത്തേക്ക് ഇറങ്ങി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ബലൂച്ച് വിമതരുടെ ശല്യം കാരണം പുറത്തിറങ്ങി എന്നും വ്യാഖ്യാനിക്കാം. ഇനി അമേരിക്ക അവിടെ വരുമ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഈ ബലൂചിസ്ഥാനെ നേരിടാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ മിറിയാർ ബലൂച്ച് എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ നേതാവ് ഒരു എക്സിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇവിടെ വരില്ല, ഇവിടെയുള്ള റെയർ എർത്ത് മിനറൽസ് നമ്മൾ തന്നെ പല കമ്പനികൾക്ക് കരാർ കൊടുത്ത് ആ കരാർ വഴി നമ്മൾ തന്നെ ഇത് ഖനനം ചെയ്തെടുക്കും, മറ്റാരെയും ഇത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ വഖാൻ ഇടനാഴിയിലേക്ക് ചൈന വരുമ്പോൾ ഇന്ത്യ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബിച്ചേട്ടാ? ഇത് ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഒരു പ്രാചീന റൂട്ട് എന്ന് പറയാം. പക്ഷെ ഈ വഖാൻ ഇടനാഴി നമ്മളുമായിട്ട് നേരിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഒന്ന് പാക് അധിനിവേശ കാശ്മീരിന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും നമ്മുടെ കയ്യിലെത്തണം. പാക് അധിനിവേശ കാശ്മീർ എത്തിയാൽ മാത്രം പോരാ. കാരണം നിലവിൽ ഈ വഖാൻ ഇടനാഴി എന്ന് പറയുന്നത് അഫ്ഗാനിലെ ബദാങ്ഷാൻ പ്രവിശ്യയിൽ നിന്ന് തുടങ്ങി 350 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അത് ചെന്ന് അവസാനിക്കുന്നത് ചൈനയുടെ സിൻജിയാങ്ങിലാണ്. ഇതിനിടയിൽ നമ്മളും ഈ പാക് അധിനിവേശ കാശ്മീരും തമ്മിൽ, പാക് അധിനിവേശ കാശ്മീർ നമ്മുടെ ഭാഗമാകുകയാണെങ്കിൽ അഫ്ഗാനും നമ്മളും ചേരുന്ന ഒരു ബോർഡർ ഉണ്ട്. അതാണ് മുൻപ് അഫ്ഗാന്റെ മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ അയൽക്കാരാണെന്ന് പറയുകയും മോദി അയൽക്കാരെ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തത് ഈ ഒരു സ്ഥലത്തെ കുറിച്ചാണ്. ഇവിടെ പാകിസ്ഥാനുമായിട്ടും ബോർഡർ ഉണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തൂൺ മേഖലയുമായിട്ടും ഇതിന് കണക്ഷൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാനാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വഖാൻ ഇടനാഴി നേരിട്ടല്ലാതെ തന്നെ
കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് സാധ്യമാകും. പക്ഷെ ഇതിന് കുറെ ടെക്നിക്കലി കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്. കാരണം ഒന്ന്, ഈ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിലൂടെയൊക്കെ റോഡ്, റെയിൽ ഗതാഗതം വളരെ ചെലവേറിയതും ദുഷ്കരവുമാണ്. അവിടുത്തെ കാലാവസ്ഥയും മറ്റുമൊക്കെ അതിനൊരു ദുഷ്കരമായ ഒരു ഇതാണ്. പിന്നെ ഈ റോഡ് ഗതാഗതം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും ഗുണകരമാകും. കാരണം ഇന്ത്യ നിലവിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ വ്യാപാര ബന്ധമുണ്ട്. നമുക്ക് ആ വ്യാപാര ബന്ധം കുറച്ചുകൂടി ഈസി ആകും. ഒപ്പം തന്നെ ഈ താജിക്കിസ്ഥാൻ അടക്കമുള്ളിടത്ത് നമുക്കും വ്യാപാരങ്ങൾ എത്തിക്കാൻ പറ്റും. ഏതായാലും ഓൾറെഡി പാക് അധിനിവേശ കാശ്മീരിലേക്ക് വ്യാപാര ബന്ധം സുഗമമായി നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന് നമുക്ക് സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷെ ഈ താൽക്കാലികമായിട്ട് ഒരു റോഡ് സംവിധാനത്തിലേക്ക് പോകും. ഒരുപക്ഷെ ഇതിന്റെ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സൗകര്യമൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ അല്പം കാലതാമസം വരുന്ന ഒരു കാര്യം കൂടിയാണിത്. അങ്ങനെ ഒന്നും ഇന്ത്യ എക്കാലത്തും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എല്ലാവർക്കും. കാരണം യൂറോപ്പിന് നല്ലതാണ്, ഇന്ത്യക്ക് നല്ലതാണ്, മിഡിൽ ഈസ്റ്റിന് നല്ല, സെൻട്രൽ ഏഷ്യക്ക് നല്ലതാണ്, ഇവർക്കെല്ലാം നല്ല ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലൊരു റൂട്ട് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഇറാനിൽ കൂടെ ഇറാൻ, റഷ്യ, ഇന്ത്യ, യൂറോപ്പ് അങ്ങനെ ഒരു റെയിൽ സംവിധാനം നിലവിലുണ്ട്. അത് നമ്മൾ ചബ്ബാർ തുറമുഖത്തെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ചബ്ബാർ തുറമുഖത്തിലേക്ക് വരുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനും കൂടെ അതിന്റെ ഭാഗമാകും. അത് പാകിസ്ഥാനെ കണക്ട് ചെയ്യാതെ. ഇപ്പോൾ ഈ വക്കാൻ ഇടുന്ന കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞു തന്നെ വരും. പക്ഷെ ഇത് പ്രാവർത്തികമാകണമെങ്കിൽ വലിയ പണച്ചെലവുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത് വന്നു കഴിഞ്ഞാലും ഇത് എനിക്ക് തോന്നുന്നത് ഈ റോഡ് മാർഗമുള്ള അഫ്ഗാനുമായിട്ടുള്ള റോഡ് മാർഗമുള്ള ഗതാഗതം സുഗമമായിട്ട് മുൻപോട്ട് പോകും. അതിപ്പോ വക്കാൻ ഇടനാഴി ഇല്ലെങ്കിൽ പോലും നമുക്ക് പോകാൻ കഴിയും. 2 ബന്ധമുണ്ട്. ഒന്ന്, വക്കാൻ ഇടനാഴിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് ധനുഷ് നേരത്തെ പറഞ്ഞ ഈ താജിക്കിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. ഇനി അഥവാ ഇനിയിപ്പോ ഇവര് അങ്ങനെ നമ്മളെ കൂട്ടുന്നില്ലെങ്കിൽ പോലും, ചൈന നമ്മളെ അതിനകത്ത് അടുപ്പിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് അഫ്ഗാനുമായിട്ടൊരു റോഡ് പാത തെളിയുകയും ചെയ്യും. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു വിഷയമാണ് അവിടെ ഉള്ളത്. ഏതായാലും ഇപ്പൊ ഇവിടെ നേരത്തെ ധനുഷ് പറഞ്ഞതാണ് ഏറെക്കുറെ കറക്റ്റ്. കാരണം ചൈന ഓൾറെഡി തന്നെ പാകിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം അവിടെ എത്ര എഞ്ചിനീയർമാരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്, പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ അവര് ഗദ്ദാർ തുറമുഖം പണിതു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടുന്ന് ഈ ധാതുക്കളും ഒക്കെ മിനറൽസും ഒക്കെ ഖനനം ചെയ്തിട്ട് അതുവഴി അവർക്ക് ചരക്ക് ഗതാഗതവും പിന്നെ ഒരു ഇന്റർനാഷണൽ പോർട്ടായിട്ട് അത് മാറ്റുക എന്നുള്ളതായിരുന്നു. അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് അവർ പണി കഴിപ്പിച്ചു. അവിടെയും ഒന്നും നടക്കുന്നില്ല. കാരണം ഈ ബലൂചിസ്ഥാന്റെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്, അവർക്ക് പറ്റുന്നില്ല. അവിടേക്ക് അമേരിക്ക വരിക എന്ന് പറയുമ്പോൾ അമേരിക്ക തടയിടേണ്ടത് ഇപ്പോൾ ചൈനയുടെയും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ആവശ്യം തന്നെയാണ്. കാരണം ആ ഒരു മേഖലയിലേക്ക് അമേരിക്ക കടന്നു വരുന്നതിന് ഇവരാരും തന്നെ അനുകൂലിക്കുന്നില്ല, ഇന്ത്യയും അനുകൂലിക്കുന്നില്ല, ആരും അനുകൂലിക്കുന്നില്ല. സ്വാഭാവികമായി നമ്മൾ വ്യാപാര കരാർ വേറൊരു വഴിക്ക് കിടക്കും, ഇത് വേറൊരു വഴിക്ക് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് ചൈനയുടെ ഈ നീക്കം. ഈ നീക്കത്തിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയുള്ളൂ. ഈ നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യ കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ത്യ അതിൽ എത്തണമെന്നുണ്ടെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ നമ്മുടെ സ്വന്തമാകണം. ഈ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും നമ്മുടെ സ്വന്തമായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു വഴി വെട്ടാൻ പറ്റുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഈ അഫ്ഗാനിസ്ഥാൻ ചൈനയ്ക്കും ഓൾറെഡി ഈ ഇടനാഴി അവർക്ക് തുറക്കാൻ കഴിയും. കാരണം അഫ്ഗാനിസ്ഥാന്റെ ബദങ്ഷാൻ തുടങ്ങിയിട്ട് ചൈനയുടെ സിങ്ജിയാങ്ങിലാണ് ഇത് എത്തി നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഇടനാഴി തുറക്കാൻ പറ്റും. പക്ഷെ അവിടെ അവർക്ക് അതിനും കുറെ ടെക്നിക്കൽ ഇതുണ്ട്. കാരണം ഇതിന് വലിയ പണച്ചെലവുണ്ട്. പണച്ചെലവെന്ന് പറയുമ്പോഴാണ് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. കാരണം അഫ്ഗാനും ചൈനയും കൂടെ ചേർന്ന് മാത്രമേ ഈ ഒരു റോഡ് മുമ്പോട്ട് പോകൂ. നമുക്കറിയാം അഫ്ഗാനേക്കാളും കുറച്ചുകൂടെ ഭേദപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അതുവഴി അവരുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പോയി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ മുടക്കേണ്ട പൈസ മുടക്കില്ല. അതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോഴെന്തായാലും ഈ ഒട്ടും പൈസ ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ ഇതിനു വേണ്ടി മുടക്കുമോ എന്നുള്ള സംശയമാണ്. അവിടെ ഒരു പക്ഷേ ഇന്ത്യയുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ട് അവർക്ക് അതൊരു വലിയ പദ്ധതിയാക്കി മാറ്റാൻ കഴിയും. പക്ഷെ ഇന്ത്യ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് എതിരുമാണ്. അതാണ് മറ്റൊരു കാര്യം. അപ്പം ഈ പാത തുറന്നാൽ ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷെ ഇന്ത്യക്ക് ആ പാത തുറന്നു കിട്ടണമെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ നമ്മുടെ ഭാഗമാകണം എന്ന് മാത്രവുമല്ല, നമ്മൾ 3 പേരും ടൈപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഗുണകരമാണ്. പാകിസ്ഥാൻ ടച്ച് ചെയ്യാതെ പോകാനും കഴിയും. ഒപ്പം തന്നെ നമുക്ക് ഈ റഷ്യൻ ഭൂപ്രദേശങ്ങളിൽ കടന്നു ചെല്ലാനും കഴിയും. അതായത് താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള പഴയ USSRന്റെ ആ പ്രദേശത്തോട് കടന്നു ചെല്ലാനും കഴിയും. ആ റൂട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് യൂറോപ്പിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരു ഇതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ നോർത്ത് സൗത്ത് കോറിഡോർ ഉണ്ടല്ലോ, അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിലേക്ക് ഇത് കണക്ട് ചെയ്യാനും കഴിയും. ഇനി ഇതല്ല, നമുക്ക് ഈ പറയുന്ന ഗിൽജിസ്ഥാനും ബാൾട്ടിസ്ഥാനും ഒക്കെ പിടിച്ചു കഴിഞ്ഞാല് ഈ അഫ്ഗാനിലേക്ക് തുറക്കുന്ന ഒരു പാത, ആ പാത വഴിയും നമുക്ക് ഈ ഇറാനെ കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഇവിടെയാണ് ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നത്, ഇറാൻ നിലനിൽക്കേണ്ട നമ്മുടെ അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ഇതിന്റെയൊക്കെ ഒരു ഹൃദയഭൂമി എന്ന് പറയുന്നത് ഇറാനാണ്.
ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് തുറക്കുന്ന വഴിയായാലും റഷ്യയിലേക്ക് എളുപ്പം തുറക്കുന്ന വഴിയായാലും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ചബ്ബാർ തുറമുഖത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ പിടിമുറുക്കുന്നതിന്റെ കാര്യം. അതായത് ചബ്ബാർ തുറമുഖം നമ്മൾ ഇപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല. അത് നമ്മളിപ്പോഴും അതൊരു പ്രൈവറ്റ് കമ്പനിക്ക് നൽകാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മുടെ രാജ്യം നേരിട്ട് ഇനി അതിൽ പണം മുടക്കുന്നില്ല, പകരം ഒരു ഗ്രൂപ്പിന് കൈമാറും. നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് തന്നെ അത് കൈമാറിക്കൊണ്ട് അവർ നടത്തട്ടെ എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. 10 വർഷത്തെക്കൊണ്ട് കരാറായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഏതായാലും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിന് വലിയ വാർത്ത തന്നെയാണ്. കാരണം വഖാൻ ഇടനാഴി വളരെ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ പലവട്ടം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളത് ഈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ അത് ഭാവിയിൽ ഒരു റൂട്ടായിട്ട് വരും. പക്ഷെ അന്നേരം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ സ്നേഹബന്ധത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചൈനയ്ക്ക് മാത്രം ഗുണകരമാകുന്ന, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മാത്രം ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ റൂട്ട് നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് ചൈനയ്ക്ക് വലിയ പ്രയാസകരമായ ദൗത്യവുമാണ്. കാരണം അവിടുത്തെ കാലാവസ്ഥയും വളരെ റിസ്ക് ആണ് അവിടെ കൂടെ ഇത് ചെയ്യുന്നത്. മാക്സിമം അതുവഴി പോകാൻ കഴിയുന്ന റൂട്ട് ഈ റോഡ് ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നിലവിൽ. കാരണം അത് പണ്ട് കാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ റഷ്യയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോയിരുന്ന റൂട്ടാണ്. പിന്നീട് ഈ ചൈനയുമായിട്ട് വ്യാപാരം നടക്കുന്നതിന് ഈ റൂട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ വിഷയം. അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഈ റൂട്ട് എടുക്കാൻ പാകിസ്ഥാൻ വെറുതെ ഇരിക്കലായാലും അവരും വെറുതെ ഇരിക്കില്ല. ഇവരെ എല്ലാവരും കൂടെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം ഈ സാധനം ഒന്ന് മൂവ് ചെയ്യിക്കാനായിട്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് വലിയ മൂവാണ് നടന്നിരിക്കുന്നത്. കാരണം ഇവിടെ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ വാർത്തയിലൂടെ പ്രാധാന്യം പുറത്തു വരുന്നത്. ഒന്ന്, മാപ്പിലൂടെ പാകിസ്ഥാനെ തേച്ചൊട്ടിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തുന്നു. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാനുമായിട്ട് പുതിയ പാത തുറക്കുന്നതിൽ ചൈനയും അവരെ കൈവിടുന്നു എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ പാകിസ്ഥാനെ അവരുടെ ഒപ്പം നിന്ന് 2 രാജ്യങ്ങളും കൈവിടുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നതും പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നമ്മുടെ ആദ്യത്തെ വാർത്ത അമേരിക്ക മാപ്പ് പുറത്തു വിട്ടുകൊണ്ട് പാക് വശ കാശ്മീരിൽ നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ, ഇപ്പൊ ചൈന അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ടൊരു പാതയിലെ കുറിച്ച്, അതായത് ചൈനയുടെ ഏറ്റവും വലിയ അഭിമാന പ്രശ്നമായിരുന്നു അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, പാകിസ്ഥാനിൽ കൂടെ കടന്നു പോകുന്നത് ബലൂചിസ്ഥാൻ വഴി. അതിനെ പാടെ ഡ്രോപ്പ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് പാകിസ്ഥാന്റെ ചങ്കുകളായിട്ട് നിന്ന 2 രാജ്യങ്ങൾ അവരെ കൈവിടുകയാണ്. അതും ചെറിയ കാര്യത്തിനല്ല അവരെ കൈവിടുന്ന, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് അവരെ കൈവിട്ടു പോകണം. പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും ഈ മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുനീർ ആണ് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിന് പിന്നിലെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് പട്ടാളം ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ.